കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചുവടുവെപ്പുകൾ വയ്ക്കുന്ന ഇലോൺ മസ്കിന് തന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാറില്ല. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് പിന്തുണ അറിയിച്ച് ഇലോൺ മസ്ക് ഒപ്പം നിന്നപ്പോഴെല്ലാം ശതകോടീശ്വരന്റെ ഓരോ നീക്കങ്ങളും ലോകം ഉറ്റുനോക്കിയിരുന്നു. ഇതിനിടയിൽ മസ്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും മീമുകളും സൃഷ്ടിച്ചിരുന്നു. ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ ശേഷിയുള്ള ഇലോൺ മസ്ക് പ്രസിഡന്റ് സ്ഥാനത്ത് വരാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം അണിഞ്ഞ് ന്യൂയോർക്ക് നഗരത്തെ നോക്കി മസ്ക് നിൽക്കുന്നതായിരുന്നു ഇതിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു ട്രോൾ. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അക്രമിയുടെ വെടിയേറ്റു മുറിഞ്ഞ വലത് ചെവിയിൽ നിന്നും രക്തമൊലിപ്പിച്ച് മുഷ്ടി ചുരുട്ടി ജനക്കൂട്ടത്തിന് നേരെ കൈവീശുന്ന ട്രംപിന്റെ ചിത്രം ഇലോൺ മസ്ക് തന്റെ ട്വിറ്റർ പേജിലൂടെ പങ്കുവച്ച് ട്രംപിന്റെ വിജയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ട്രംപിന്റെ വിജയത്തിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ പദവി ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ടെസ്ല മേധാവി ഇലോൺ മസ്ക്. ഏകദേശം $70 ബില്യൺ വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 6 ലക്ഷം കോടി രൂപയുടെ വർധനവ്. സ്വന്തം റെക്കോർഡുകൾ തന്നെയാണ് മസ്ക് ഓരോ ദിവസവും തകർത്തുകൊണ്ടിരിക്കുന്നത്. ടെസ്ലയുടെ ഓഹരി കുതിച്ചുയരുകയാണ്. ബ്ലൂംബെർഗ് ബില്യൺ സൂചിക പ്രകാരം നവംബർ 22-ന് മസ്കിന്റെ ആസ്തി $340 ബില്യൺ കവിഞ്ഞിരിക്കുകയാണ്. ഫോബ്സ് പട്ടിക പ്രകാരം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരിക്കുകയാണ് മസ്ക്. ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ ഇലോൺ മസ്കിന്റെ സ്വാധീനം വലുതാണ്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കയ്യും മെയ്യും മറന്നാണ് മസ്ക് ട്രംപിന് വേണ്ടി രംഗത്തിറങ്ങിയത്. സാമ്പത്തിക പിന്തുണ മാത്രമല്ല, നിർണായകമായ സംസ്ഥാനങ്ങളിൽ നേരിട്ട് പ്രചരണത്തിനിറങ്ങാനും മസ്ക് മടി കാണിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് ട്രംപ് വിജയിക്കുകയാണെന്ന സൂചനകൾ വന്നയുടനെ തന്നെ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ ഓഹരികളിലെല്ലാം തന്നെ വലിയ കുതിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. മസ്കിന്റെ നിലവിലെ ആസ്തിയായ $235 ബില്യൺ, ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന പദവി കൈവശമുള്ള ഒറാക്കിളിന്റെ ചെയർമാനായ ലാറി എല്ലോസിനേക്കാൾ $80 ബില്യൺ മുന്നിലാണ്. മസ്കിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും ടെസ്ലയിലെ 13% ഓഹരികളിൽ നിന്നാണ്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയതിന് പിന്നാലെ മസ്കിനെ ട്രംപ് വളരെയധികം പ്രശംസിച്ചിരുന്നു. മസ്കിനെ സൂപ്പർ ജീനിയസ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് $100 മില്യൺ മസ്ക് സംഭാവനയായി നൽകുകയും ചെയ്തിരുന്നു. ഇലോൺ മസ്കിന്റെ ഇതുവരെയുള്ള മുതൽ മുടക്കൊന്നും പാഴായിട്ടില്ല എന്നത് വസ്തുതയാണ്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തുടങ്ങിയ സിപ്റ്റു, പേപ്പാൽ മുതൽ X.com, ഡീപ് മൈൻഡ്, സ്പേസ് എക്സ്, ടെസ്ല, ട്വിറ്റർ എല്ലാറ്റിലും പണമുണ്ടാക്കി മസ്ക് ശതകോടീശ്വരനായി. ഇപ്പോഴിതാ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിൽ നടത്തിയ നിക്ഷേപവും വൻ ലാഭം കൊയ്തുവെന്നതിന്റെ തെളിവാണ് ഓഹരികളിലുള്ള കുതിച്ചുചാട്ടം. ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് US ക്യാബിനറ്റിലേക്ക് ടെസ്ല സിഇഒ ഇലോൺ മസ്കിനെ നിയമിക്കുകയും ചെയ്തു. അടുത്ത 4 വർഷം ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റാണ് മസ്ക് നയിക്കുക. അധിക നിയന്ത്രണങ്ങൾ വെട്ടിക്കുറയ്ക്കുക, പാഴ്ചെലവുകൾ നിയന്ത്രിക്കുക, ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കുക എന്നിവ മസ്കിന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം എല്ലാ അമേരിക്കക്കാർക്കും ജീവിതം മികച്ചതാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും മസ്ക് ഗവൺമെന്റിലെ മാലിന്യങ്ങളെ പുറത്താക്കുമെന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്.